ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൻ്റെ 12-ാം ദിനം. വളരെ പ്രായം കുറഞ്ഞ 3 മക്കളുള്ള ഒരമ്മ. ഒരിക്കൽ അമ്മയുടെ ജന്മദിനം വന്നു. തലേ ദിവസം തൻ്റെ 3 മക്കളെയും വിളിച്ച് അമ്മ പറഞ്ഞു, നാളെ എൻ്റെ പിറന്നാളാണ്. നിങ്ങൾ 3 പേരും എനിക്ക് പിറന്നാൾ സമ്മാനം തരണം. ആ മക്കൾ സമ്മതിച്ചു. മൂത്ത മകൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ടായിരുന്നു. വീട്ടുകാരും വിരുന്നുകാരും വന്നപ്പോൾ പോക്കറ്റ് മണിയായി കിട്ടിയത്. ആ പണം കൊണ്ട് പിറന്നാൾ സമ്മാനമായി അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുത്തു. അവൻ പറഞ്ഞു, അമ്മേ, ഇത് വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ കയ്യിലുള്ള മുഴുവൻ പണവും കൊടുത്താണ് ഞാനിത് വാങ്ങിയത്. ഉടനെ 2-ാമത്തെ മകനും വന്നു. അവൻ പറഞ്ഞു, അമ്മേ, അമ്മയ്ക്ക് വാങ്ങിത്തരാൻ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ഞാൻ വാങ്ങിയ ഈ സമ്മാനം അമ്മ സ്വീകരിക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് ആപ്പിൾ അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി കൊടുത്തു. ഒടുവിൽ 3-ാമത്തെ മകനെത്തി. ഏറ്റവും ചെറിയ മകൻ. അവൻ്റെ കയ്യിൽ പണമില്ല. അമ്മയ്ക്ക് കൊടുക്കാൻ തക്ക ഒരു സമ്മാനവും അവൻ്റെ കയ്യിലില്ല. മൂത്ത സഹോദരന്മാർ അമ്മയ്ക്ക് സമ്മാനം കൊടുക്കുന്നത് കണ്ടപ്പോൾ ആ ഹൃദയം തകർന്നു. പെട്ടെന്ന് അവന് ഒരു ബുദ്ധി തോന്നി. അടുക്കളയിലേക്ക് ഓടിച്ചെന്നിട്ട് ചായ കൊടുക്കുവാൻ വെച്ചിരുന്ന ഒരു വലിയ ട്രേ എടുത്തിട്ട് അതുമായി അമ്മയുടെ അടുക്കലേക്ക് അവൻ ഓടി. ഇതുകണ്ട ചേട്ടന്മാർ അവനെ കളിയാക്കി. ഇത് അമ്മയുടെ പാത്രമാണ്, അതെങ്ങനെയാണ് അമ്മയ്ക്ക് സമ്മാനമായി കൊടുക്കുന്നത്? നിന്റെ വകയായി നീ കൊടുക്കണം. ആ ബാലൻ അതൊന്നും കേട്ടില്ല. അവൻ ആ ട്രേ എടുത്ത് അമ്മയുടെ മടിയിലേക്ക് വെച്ചു. എന്നിട്ട് ആ ട്രേയിലേക്ക് കയറി കിടന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ചേട്ടന്മാർ തന്ന സാരിയോ ആപ്പിളോ തരാൻ എൻ്റെ കൈവശം പണമില്ല. എന്നാൽ എൻ്റെ അമ്മയുടെ പിറന്നാളായ ഇന്ന് എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് തരുന്നു. അമ്മയുടെ നെഞ്ച് തകർന്നുപോയി. ആ അമ്മ പറഞ്ഞു, മോനെ, ഏറ്റവും വലിയ സമ്മാനം നീയാണ് എനിക്ക് തന്നത്. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഈ സമ്മാനമാണ്. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ കാഴ്ചയായി കൊടുക്കുക. സംഖ്യാപുസ്തകം 6:24. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.